കൃപാനിധിയേ കൃപാനിധിയേ കൃപായകേണം കൃപാനിധിയേ 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 മുൻപേ പോരാവിൻ പിൻപേ ഗമിപ്പാൻ നീ മാത്രമാണ് എനിക്കാധാരം ആമേനാ നീ മാത്രമാണ് എനിക്കാധാരം കരുണാനിധിയേ കാൽവരിയന്റെ നീ മാത്രമാണ് എനിക്കാധാരം ആമേനാ നീ മാത്രമാണ് എനിക്കാധാരം നിന്നിഷ്ടം മണ്ണിൽ ചെയ്യുവാൻ കണ്ണിൽ വസിപ്പാടുണ്ടാകും ചേരാൻ നിന്നിഷ്ടം മണ്ണിൽ ചെയ്യുവാൻ കണ്ണിൽ വസിപ്പാടുണ്ടാകും ചേരാൻ പാലം ചെയ്യും നീ പാഴ്മണ്ണിനാശ ഓടുന്നു നാടിനെ പ്രാപിപ്പാരാമേനാ ഓടുന്നു നാടിനെ പ്രാപിപ്പാൻ കരുണാനിധിന്റെ കാൽവരിയന്റെ നീ മാത്രമാണ് എനിക്കാധാരം നീ മാത്രമാണ് എനിക്കാധാരം യാറായലിൻ കാരയിട്ടെല്ലാം മാറാത്തതേകും മാധുരമന്ന മാറായലിൻ കാരയിട്ടെല്ലാം മാധുരമന്ന കാരയം പകൽ ധ്യാനം ോദാന്റെ തീരമെന്നാശ്വാസം നാമേ യോദാന്റെ തീരമെന്നാശ്വാസം കരുണാനിധിയേ കാൽവരിയന്റെ നീ മാത്രമാണ് എനിക്കാധാരം നാമേനാ നീ മാത്രമാണ് എനിക്കാധാരം എന്നോ ചെന്നു കാണും അന്നൻ കണ്ണീരും മാറുത്തരാന് എന്നോടെ ചെന്നു കാണും അന്നൻ കണ്ണീരും മാറുത്തരാന് ശ്രമിക്കും കർത്തൃകാകണം വ്യക്തമായി കാണുമൻ രക്ഷകനെ ആമേനാ വ്യക്തമായി കാണുമൻ രക്ഷകനെ കരുണാനിധിയേ കാൽവരിയന്റെ സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വചനവും ലൂക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിന്റെ 35-ാമത്തെ വചനവും നമുക്ക് ചേർന്ന് വായിക്കാം. സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായം 8-ാമത്തെ വചനം. നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ, നിന്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 35-ാം വചനത്തിൽ പറയുന്നു, ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കുവാൻ നോക്കുക. 3 കാര്യങ്ങളാണ് നാം വായിച്ചത്. 1, വസ്ത്രം എപ്പോഴും വെണ്മയായിരിക്കണം. 2, തലയിൽ എന്ത് ചെയ്യരുത്? എണ്ണ കുറയരുത്. 3-ാമത്, വെളിച്ചം ഇരുട്ടാകാതിരിക്കാൻ സൂക്ഷിക്കണം. അപ്പൊ ഇതിനെല്ലാം സാധ്യതയുണ്ടെന്നാണ് പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിൽ കൂടി നമ്മളോട് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നത്. 1, നമ്മുടെ വസ്ത്രം വെണ്മയായിരിക്കണം, അത് എല്ലായ്പ്പോഴും വെണ്മയായിരിക്കണം. 2, ഹല്ലേലൂയ, തലയിൽ എണ്ണ കുറയാൻ പാടില്ല. ഹല്ലേലൂയ. 3, വെളിച്ചം ഇരുട്ടാകാതിരിക്കുവാൻ സൂക്ഷിക്കണം. അപ്പോൾ വസ്ത്രം, ഹല്ലേലൂയ, സ്തോത്രം, അഴുക്കാകാൻ എന്തുണ്ട്? വെള്ള എന്നുള്ളത് മാറി മലിനമാകാൻ സാധ്യതയുണ്ട്. 2, ഹല്ലേലൂയ, തലയിൽ എണ്ണ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. 3, വെളിച്ചം ഇരുട്ടാകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാധ്യതകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. എന്തിന്റെ സാധ്യത?
സാധ്യതകൾ, ഹല്ലേലൂയ, ദൈവത്തിന് അകന്നു മാറിപ്പോകുവാനുള്ള സാധ്യതകൾ, അങ്ങനെയുള്ള ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽകാലം ഞാൻ ഒരു ചർച്ചിൽ അല്പനിമിഷം വചനം പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ ആ ചർച്ചിനെ കുറിച്ച് ഒരു ചെറിയ വെളിപ്പാട് എന്റെ അകത്തു തന്നു. പക്ഷെ എഴുന്നേറ്റ് നിന്ന് വെളിപ്പാടെന്ന് പറയാൻ എനിക്കൊരല്പം ഭയമുണ്ടായിരുന്നു. കാരണം വെളിപ്പാട് പറഞ്ഞ് വെളിവുകേട് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. സ്തോത്രം. എന്ത് പറയണം, ഏത് പറയണം, വെളിപ്പാടാണോ വെളിവുകേടാണോ എന്ന് തിരിച്ചറിയാതെ ഹല്ലേലൂയ ആത്മീക ഗോളം അതപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം വളരെ സൂക്ഷ്മതയോടെ ആയില്ല എങ്കിൽ, സ്തോത്രം, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലും വന്ന് ഭവിക്കുവാനിടയാകും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ആത്മീക ജീവിതം വളരെ സൂക്ഷ്മതയോടെ ആയിരുന്നില്ല എങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് പാപമോചനം പ്രാപിച്ച്, ഹല്ലേലൂയ, അവനോടുള്ള വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച്, യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള നീതീകരണം പ്രാപിച്ച്, ഹല്ലേലൂയ, ജലസ്നാനത്താൽ അവന്റെ ഹല്ലേലൂയ പുനരുത്ഥാനത്തോടെ ഏകീഭവിച്ചിട്ട് പാപമോചനം പ്രാപിച്ച് പാപസംബന്ധമായി മരിച്ച് യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനാൽ ഉയർത്തെഴുന്നേറ്റ്, ഹല്ലേലൂയ, വിശുദ്ധീകരണവും നിത്യജീവനും അവകാശികളായി മാറിയിരിക്കുന്ന ദൈവജനമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് വിളിച്ചു പറയുകയാണ്, നീ പ്രാപിച്ചെടുത്ത വെണ്മയുണ്ടല്ലോ, നീ പ്രാപിച്ചെടുത്ത വെണ്മയുള്ള നിന്റെ രക്ഷയുടെ വസ്ത്രമുണ്ടല്ലോ, അത് എല്ലായ്പ്പോഴും വെള്ളയായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുമ്പോൾ തന്നെ പറയുകയാണ്, പരിശുദ്ധാത്മാവിനാൽ നീ അഭിഷേകം ചെയ്യപ്പെട്ടതാണെങ്കിൽ ആ തലയിൽ ഹല്ലേലൂയ ദാവീദിന്റെ തലയിൽ ശമൂവേലിന്റെ തൈലക്കൊമ്പിലിരുന്ന് എണ്ണ വീണപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രവനുണ്ടായ ഒരു രാജകീയ അഭിഷേകമുണ്ട്. നിന്നെയും എന്റെയും വിളിച്ചിരിക്കുന്നത് രാജകീയ പുരോഹിത വർഗമായ ഒരു എണ്ണയുടെ അഭിഷേകം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, നമ്മുടെ ഓരോരുത്തരുടെയും തലയിൽ അത് വീണിട്ടുണ്ടെങ്കിൽ അത് കുറയാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്നുള്ളത്, ഉത്തരവാദിത്വമാണെന്നുള്ളത് നാം ഈ രാത്രി മറന്നു പോകരുത്. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ 10 ഹല്ലേലൂയ കന്യകമാർ, ഹല്ലേലൂയ, മണവാൻ വരവും കാത്തിരിക്കുമ്പോൾ 5 കന്യകമാർ ബുദ്ധിയുള്ളവരെന്നും 5 കന്യകമാർ ബുദ്ധിയില്ലാത്തവരെന്നും അവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഹല്ലേലൂയ, എല്ലാവരുടെയും കയ്യിൽ വിളക്കുണ്ടായിരുന്നു, എല്ലാവരുടെയും കയ്യിൽ ഹല്ലേലൂയ സ്തോത്രം എണ്ണയുണ്ടായിരുന്നു. എല്ലാവരും ഹല്ലേലൂയ കാത്തിരിക്കുന്നത് ഒരു മണവാളനെ തന്നെയാണ്. എല്ലാവരും കാത്തിരിക്കുന്നത് ഒരു സ്ഥലത്തു തന്നെയാണ്. വേറെ ഒന്നിനും അവർ പോയില്ല. പക്ഷേ ഹല്ലേലൂയ സമയം വന്നപ്പോൾ ചിലത് കുറഞ്ഞുപോയി, ചിലത് ഹല്ലേലൂയ ശൂന്യമായി പോയി. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് വിളിച്ചു പറയുകയാണ്, നിന്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ എന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ? അരിമനാഥനായ നമ്മുടെ മണവാളൻ വരുവാൻ കാലമായപ്പോൾ കുറഞ്ഞുപോയത് തേടുവാൻ നമുക്ക് സമയമില്ല, വാങ്ങുവാൻ പോകുവാൻ സമയമില്ല, പ്രാപിപ്പാൻ സ്ഥലമില്ല. ആയതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം, പരിശുദ്ധാത്മാവെന്ന എണ്ണ കുറയാതിരിക്കട്ടെ. ഹല്ലേലൂയ, അനുദിനവും അത് വർദ്ധിപ്പിച്ചെടുക്കുമാറാകട്ടെ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അതിന്റെ ഹല്ലേലൂയ സ്തോത്രം ഒരു വചനം ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, തലയായ ക്രിസ്തുവിൽ നിന്ന് സന്ധികളാലും ഞരമ്പുകളിലേക്കും വ്യാപരിക്കുന്നവന്റെ ചൈതന്യത്താൽ നിങ്ങൾ ജൈവിക വളർച്ച പ്രാപിക്കണം. ഉടമാന ഹംദരാധന ഹസ്തക്കടകജരാധന ഹംദര ബൗഡപരികതേ. ജീസസ്, ജീസസ്, ഒരു ദൈവിക വളർച്ച. ഉടമന ഹസ്തരാധന, വസ്ത്രത്തിന്റെ വെണ്മ മാറാതിരിക്കണം. ഹല്ലേലൂയ, തലയിൽ എണ്ണ കുറയാതിരിക്കണം. നീ പ്രാപിച്ചെടുത്ത വെളിച്ചം ഹല്ലേലൂയ ഇരുട്ടാകാതിരുന്നെങ്കിൽ മാത്രമേ നിന്നിലൊരു ദൈവിക ഹല്ലേലൂയ സ്തോത്രം വളർച്ചയുള്ളൂ. ഹല്ലേലൂയ, ഒരു ദൈവിക വളർച്ച പ്രാപിക്കണമെന്ന് സ്വർഗം നമ്മിൽ ആഗ്രഹിക്കുമ്പോൾ ഇന്ന് രാത്രിയുടെ യാമത്തിൽ ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവേ, ഹല്ലേലൂയ, ഒന്നുകൂടെ എനിക്ക് വളരണം, ഒന്നുകൂടെ എനിക്ക് വർദ്ധിക്കണം. ജീസസ്, 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 അഭിഷേക തൈലം എന്റെ തലമേൽ നീ ഒഴിക്കണം. താങ്ക് യു ലോർഡ്. രാജകീയ പുരോഹിത ഹല്ലേലൂയ അഭിഷേകം എന്റെ തലമേൽ ഒഴിക്കണം. അത് എന്നിൽ നിന്ന് ഒഴുകണം. അതെ, ഹല്ലേലൂയ, നദി പോലെ ഹല്ലേലൂയ സ്തോത്രം ദേശങ്ങളിലേക്ക്, എന്റെ ഹല്ലേലൂയ പ്രിയപ്പെട്ടവരിലേക്ക്, എന്റെ തലമുറകളിലേക്ക്, എന്റെ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക്
സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയുടെ യാമത്തിൽ ഹല്ലേലൂയ, നമ്മുടെ ആത്മീക വർധനവിനായി ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇത് കുറയുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഹല്ലേലൂയ സ്തോത്രം 48-ാം അധ്യായത്തിൽ അവിടെ പ്രവാചകൻ ഇസ്രായേൽ ഗ്രഹത്തോട് വിളിച്ചു പറയുകയാണ്. അതിന്റെ 1-ാം വചനത്തിൽ പറയുന്നു, ഇസ്രായേൽ എന്ന് പേർ വിളിക്കപ്പെട്ടവരും യഹൂദയുടെ വെള്ളത്തിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നവരും യഹോവയുടെ നാമത്തെ സത്യം ചെയ്യുന്നവരും സത്യത്തോടും നീതിയോടും കൂടെ അല്ലെങ്കിലും ഇസ്രായേലിന്റെ ദൈവത്തെ കീർത്തിക്കുന്നവരുമായ യാക്കോബ് ഗ്രഹമേ. ഹല്ലേലൂയ. ആ വചനം നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിക്കണമേ. എന്താ വിളിക്കുന്നത്? ഇസ്രായേൽ എന്ന പേർ വിളിക്കപ്പെട്ടവർ. ഇസ്രായേൽ എന്ന അല്പം മുൻപേ ദൈവദാസന ഭാഗം തൊട്ടിട്ട് പോയി കളഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. യാബോക്കിന്റെ ഹല്ലേലൂയ കടവിൽ വെച്ച് യാക്കോബ് ദൂതനുമായി മല്ലുപിടിക്കുക. സ്തോത്രം. കാരണം തന്റെ ഭയം, തന്റെ സഹോദരനെ ഭയന്നിട്ടാണ്, യേശാവിനെ ഭയന്നിട്ടാണ് സകലത്തിനെ അക്കരെ കടത്തിയിട്ട് ഇപ്പുറത്ത് വന്ന് ദൈവത്തോട് പറയുകയാണ്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. പിടി, ബലമായ പിടിയാ. സ്തോത്രം. പ്രാപിച്ചെടുത്തു. ഇസ്രായേൽ, ദൈവത്തിന്റെ പ്രഭു എന്നർത്ഥമുള്ള ഇസ്രായേൽ എന്നുള്ള നാമം പ്രാപിച്ചെടുത്ത് ഹല്ലേലൂയ സൂര്യൻ ഉദിച്ചു പെനിയേൽ എന്ന സ്ഥലത്തിന് പേരിട്ടുകൊണ്ട് യാക്കോബ് അക്കരെ കടന്ന് ഹല്ലേലൂയ തന്റെ സഹോദരനെ കാണുന്നു. അവിടെ സമാധാന സമ്പർക്കത്തില് ഏർപ്പെട്ടവർ ഹല്ലേലൂയ അവിടെ നിന്ന് പിരിഞ്ഞ സമ്മാനങ്ങളൊക്കെ കടന്നു പോകുന്ന അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പിന്നീട് 12 ഗോത്രപിതാക്കന്മാരും ഹല്ലേലൂയ വലിയൊരു ജനസമൂഹമായി ഇസ്രായേൽ എന്ന പേർ വിളിക്കപ്പെട്ടവർ. എന്നാൽ ഹല്ലേലൂയ അവിടെ പറയുകയാണ്, ഇവരാരാണ്? ഇസ്രായേൽ എന്ന പേർ വിളിക്കപ്പെട്ടവരാണ്, യഹൂദയുടെ വെള്ളത്തിൽ നിന്ന് ഉത്ഭവിച്ചവരാണ്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം എന്താണ്? സത്യത്തോടും നീതിയോടും കൂടെ അല്ല ഇവർ ദൈവത്തിന്റെ നാമത്തെ കീർത്തിക്കുന്നത്. സ്തോത്രം. സത്യവും നീതിയും നഷ്ടപ്പെടുത്തിയിട്ട് നാം ദൈവത്തിന്റെ നാമത്തെ വിളിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകം അറിയുന്നത് ഇസ്രായേൽ എന്ന, ഹല്ലേലൂയ ലോകം അറിയുന്നത് യഹൂദയുടെ ഹല്ലേലൂയ ഉറവയിൽ നിന്ന് പുറപ്പെട്ടു വന്നെന്ന, സ്തുതിക്കുന്ന ജനമെന്ന, ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന, ദൈവത്തിന്റെ ആദ്യപുത്രനെന്ന, ദൈവത്തിന് വേണ്ടി ദൈവം വേർതിരിച്ചവരെന്ന, ദൈവം എടുത്തവരെന്ന, ദൈവത്തിന്റെ വിശുദ്ധ ജനമെന്ന, ദൈവത്തിന്റെ ആദ്യ ഫലമെന്ന എന്നെല്ലാം വിളിച്ചാലും ഈ ജനം ദൈവത്തിന്റെ നാമത്തെ കീർത്തിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? സത്യമില്ലാതെയും നീതിയില്ലാതെയും. ഇന്ന് രാത്രി നാം നമ്മളെ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഹല്ലേലൂയ, നാം കൂട്ടായ്മയ്ക്ക് കടന്നു വരുന്നുണ്ട്, നാം പ്രാർത്ഥിക്കുന്നുണ്ട്, നാം സ്തോത്രം ചെയ്യുന്നുണ്ട്, നാം പ്രസംഗിക്കുന്നുണ്ട്, നാം ആരാധിക്കുന്നുണ്ട്, നാം പാട്ടുപാടുന്നുണ്ട്. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, സത്യവും നീതിയും നഷ്ടപ്പെടുത്തിയിട്ട് ദൈവത്തിന്റെ നാമത്തെ കീർത്തീകരിച്ചാൽ അതിന് പ്രയോജനമില്ലെന്ന് അതിന്റെ താഴെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കോപം അവരുടെ മേൽ ജ്വലിക്കുകയാണ്. പലപ്പോഴും നാം പറയാറുണ്ട്, എന്തുകൊണ്ട് എനിക്ക് പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടുന്നില്ല? ഹല്ലേലൂയ, എന്തുകൊണ്ട് എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുന്നില്ല? ഈ ഉപവാസ പ്രാർത്ഥനയിൽ സ്വർഗം എന്നെ പഠിപ്പിച്ച ഒരു ഭാഗമാണ്, സത്യവും നീതിയോടും കൂടെ ദൈവത്തിന്റെ നാമത്തെ കീർത്തിക്കാത്തിടത്തോളം കാലം ഹല്ലേലൂയ ഫലം കായ്ക്കുവാൻ സാധ്യമല്ല. ദൈവസന്നിധിയിൽ ഞാൻ കവിണ്ണു വീണു. കർത്താവേ, ഇത്രയും നാളും നിന്നെ അന്വേഷിച്ചത്, ഇത്രയും നാളും നിന്നെ വിളിച്ചപേക്ഷിച്ചത്, എവിടെ സത്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എവിടെ എന്റെ നീതി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കത് മടക്കി വേണം കർത്താവേ. ഉടാരമനഹശന്തരേദന ജീസസ്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നു, നീ ആഴെ കുഴിക്കണം, നീ ആഴെ കുഴിക്കണം. ആഴെ കുഴിച്ചിട്ട് വേണം നീ പാറമേൽ അടിസ്ഥാനമിടാൻ. ആഴെ കുഴിക്കുമ്പോ നിന്റെ അകത്തു നിന്നെല്ലാം ചിലതൊക്കെ പുറത്തു വേണം, പുറത്തു പോകണം. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ പറയുന്നു കുഴിച്ചു കളയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ കുഴിച്ചു കളഞ്ഞ് ഹല്ലേലൂയ കുഴിച്ച് അതിനകത്ത് നിന്ന് എടുത്തു കളയേണ്ടതെല്ലാം പുറത്ത് കളഞ്ഞിട്ട് അടിസ്ഥാനമിട്ട്
ക്രിസ്തുവാകുന്ന പാറമേലൊന്ന് അടിസ്ഥാനം ഇട്ട് കഴിയുമ്പോൾ അവിടെ താഴെ പറയുന്നു അത് നല്ലവണ്ണം പണിതതിനാൽ ഇളകിപ്പോയില്ല. കാറ്റും കൊടുങ്കാറ്റും തിരമാലയും ആഞ്ഞടിച്ചപ്പോഴും ഇളകിപ്പോകാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? അത് നല്ലവണ്ണം പണിതിരുന്നു. ഒരു നല്ലവണ്ണമുള്ള പണി നടക്കണമെങ്കിൽ നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. അവിടെ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, നീ നീതിയോടും സത്യത്തോടും അല്ല ദൈവത്തെ കീർത്തിച്ചത്, പിന്നെ എങ്ങനെയാണ് കീർത്തിച്ചത്? 4-ാമത്തെ വചനത്തിൽ പറയുന്നു, നീ കഠിനനെന്നും നിന്റെ കഴുത്ത് ഇരുമ്പ് ഞരമുള്ളതെന്നും നിന്റെ നെറ്റി താമ്രമെന്നും ഞാൻ അറിയുകൊണ്ട്. സ്തോത്രം. ഇസ്രായേൽ ഗ്രഹത്തെ കുറിച്ച് അവിടെ പരിശുദ്ധാത്മാവ് പ്രവാചകനിൽ കൂടി വിവരിക്കുകയാണ്. നീ എങ്ങനെയുള്ളവനാ? നീ കഠിനനാ, നിന്റെ ഹൃദയം കഠിനമാ, കേൾക്കും, അനുസരിക്കയില്ല നീ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തെയാ നീ കീർത്തിക്കുന്നത്, പക്ഷേ നിന്റെ കഴുത്ത് ഇരുമ്പ് ഞരമ്പുള്ളതാ, നിന്റെ നെറ്റി താമ്രം എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇസ്രായേൽ ഗ്രഹത്തെ കുറിച്ച് വിളിച്ചു പറയുക. ഈ രാത്രി ദൈവജനമേ, നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. എവിടെയെങ്കിലും വസ്ത്രത്തിന്റെ വെണ്മ ഹല്ലേലൂയ കുറഞ്ഞു പോയിട്ടുണ്ടോ? നിന്റെ തലയിലെ എണ്ണ കുറഞ്ഞു പോയിട്ടുണ്ടോ? എവിടെങ്കിലും വെളിച്ചത്തിന് പകരം ഇരുട്ട് കയറി കൂടിയിട്ടുണ്ടോ? ഇന്ന് രാത്രി നീ നിന്നെ തന്നെ ഒന്ന് ശോധിക്കുവാൻ തയ്യാറായാൽ ഹല്ലേലൂയ അവിടെ കർത്താവ് പറയുകയാണ്. അതിന്റെ 6-ാം വചനത്തിൽ പറയുന്നു, ഇപ്പോൾ എല്ലാം കണ്ടുകൊള്ളുക, നിങ്ങൾ തന്നെ അത് പ്രസ്താവിക്കയില്ലയോ? ഇന്നു മുതൽ ഞാൻ പുതിയത് നീ അറിയാതെ മറഞ്ഞിരിക്കുന്നത് തന്നെ നിന്നെ കേൾപ്പിക്കുന്നു. പുതിയത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. എത്ര പേർ ആഗ്രഹിക്കുന്നു എന്റെ ജീവിതത്തിൽ കർത്താവ് ഇന്ന് രാത്രി ഒരു പുതിയത് ചെയ്യണം, എന്റെ ജീവിതത്തെ ദൈവം ഒന്ന് പുതിയത് ചെയ്യണം. ഒരു പുതിയത് ചെയ്യുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ രാത്രി ദൈവജനമേ നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ വഴിയാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നത്. നിനക്ക് വേണ്ടി പുതിയത് ചെയ്യുവാൻ നിന്റെ അരുമനാഥൻ നിന്റെ അടുക്കൽ വന്ന് നിൽക്കുമ്പോൾ നിന്റെ വസ്ത്രം കറക്റ്റ് ആയിരിക്കണം, നിന്റെ എണ്ണ അഭിഷേകം അല്പം പോലും കുറയാൻ പാടില്ല, നിന്റെ വെളിച്ചം ഇരുട്ടാകാൻ പാടില്ല. ഹല്ലേലൂയ. പുതിയത് ചെയ്യുവാൻ സ്വർഗം ആഗ്രഹിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഇന്നു മുതൽ ഞാൻ പുതിയത്, ഇനി അറിയാതെ മറഞ്ഞിരിക്കുന്നത് പുതിയത് ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ ഇന്ന് വരെ നീ കാണാത്ത ചില അനുഗ്രഹങ്ങൾ, നിനക്ക് മറച്ചു പിടിച്ചിരുന്ന ചില അനുഗ്രഹങ്ങൾ നിനക്ക് ഇന്ന് രാത്രി തരുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാ. എത്ര പേർ ആഗ്രഹിക്കുന്നത് എനിക്ക് വേണം? ഹല്ലേലൂയ. എന്ന് നമ്മൾ കയറി ഹല്ലേലൂയ കുറെ വചനം കേട്ടു പോയി എന്നല്ല, ചിലത് പുതിയത് പ്രാപിക്കണം. പ്രിയ ദൈവജനമേ, ചിലത് പുതിയത് പ്രാപിക്കണം. എത്ര പേർ ആഗ്രഹിക്കുന്നു പുതിയത് പ്രാപിക്കണം? എനിക്ക് പുതിയ കൃപ വേണം, പുതിയ പാട്ടുകൾ ഞാൻ പാടണം, പുതിയ കൃപയോടെ ഞാൻ ദൈവത്തെ ആരാധിക്കണം, പുതിയതായി ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ എനിക്ക് വേണം, എന്റെ ഭവനത്തിൽ പുതിയ ചില കാര്യങ്ങൾ നടക്കണം, എന്റെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന ചില നന്മകൾ പുതുതായി വെളിപ്പെട്ടു വരണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? അവർക്ക് വേണ്ടി സ്വർഗസ്ഥനായ ദൈവം ഇന്ന് വിളിച്ചു പറയുകയോ, നിന്റെ ജീവിതത്തിലെ നീതി, നിന്റെ ജീവിതത്തിന്റെ സത്യം നീ ഒന്ന് പരിശോധിച്ച് നിന്റെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുവാൻ തയ്യാറായാൽ പുതിയത് ചെയ്യുവാൻ അവൻ നിന്റെ അരികിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ 9-ാമത്തെ വചനത്തിൽ ഹല്ലേലൂയ സ്തോത്രം പറയുന്നു, എന്റെ നാമനിമിത്തം ഞാൻ എന്റെ കോപത്തെ താമസിപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. സത്യം നീതിയും പൊയ്പോയി, വസ്ത്രത്തിന്റെ വെണ്മയെല്ലാം മാറി. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. തലയിലെ എണ്ണ കുറഞ്ഞു, വെളിച്ചത്തിൽ എവിടെയൊക്കെയോ ഇരുട്ട് കയറി. ഹല്ലേലൂയ, പിന്മാറ്റത്തിന്റെ അവസ്ഥകളാൽ, ഹല്ലേലൂയ സ്തോത്രം, ജീവിതത്തിന്റെ കഷ്ടതകളുടെ അവസ്ഥകളാൽ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ കടന്നു വരുന്ന നിന്ദകളും പരിഹാസങ്ങളും ഏറി വരുമ്പോൾ, ഇതാ സ്തോത്ര ആത്മീക ജീവിതത്തിൽ കുറവ് സംഭവിക്കുമ്പോൾ, ദൈവകോപം വന്നാലും അവൻ പറയുകയാണ്, എന്റെ നാമനിമിത്തം ഞാൻ എന്റെ കോപത്തെ താമസിപ്പിക്കുന്നു.
താമസിപ്പിക്കുന്നു. പ്രിയ ദൈവജനമേ, ഇന്ന് നാം ദൈവസന്നിധിയിൽ കാണുവാൻ കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ നന്മ പ്രവർത്തികളോ നമ്മുടെ പുണ്യ പ്രവർത്തികളോ നാം പൂർണ്ണമായി ശരിയായത് കൊണ്ടല്ല, പിന്നെയോ അവൻ കോപിപ്പാൻ താമസിക്കുന്നത് കൊണ്ട്, അവന്റെ നാമനിമിത്തം, യേശു എന്ന നാമനിമിത്തം, രക്ഷകൻ എന്ന നാമനിമിത്തം, ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മീതെ രക്ഷിക്കപ്പെടുവാൻ, രക്ഷ തരുവാൻ യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല എന്ന് വിളിച്ചു പറഞ്ഞിരിക്കുമ്പോൾ നമ്മളെ രക്ഷിക്കാൻ വന്നവൻ ശിക്ഷിക്കാതെ മാറി നിൽക്കുകയാണ്. എന്താണെന്നറിയാമോ? നമ്മളോടുള്ള അവന്റെ കരുണ. ജീസസ്, ജീസസ്, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ എന്റെ നാമനിമിത്തം ഞാൻ എന്റെ കോപത്തെ എന്ത് ചെയ്യുന്നു? താമസിപ്പിക്കുന്നു. നിന്നെ സംഹരിക്കേണ്ടതിന് എന്റെ സ്തുതി നിമിത്തം ഞാൻ അടങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്തുതി നിമിത്തം സത്യത്തോടുമല്ല നീതിയോടും അല്ലെങ്കിലും ഉണ്ടല്ലോ, നമ്മുടെ ഈ ഹല്ലേലൂയ സ്തോത്രം സ്തുതികൾ കൊണ്ട് ദൈവം അങ്ങ് നമ്മളെ അങ്ങ് ക്ഷമിക്കുകയാണ്. ഹല്ലേലൂയ. ആരാധനയുടെ നടുവിൽ വിടുതൽ തരുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മുടെ സ്തുതി സ്തോത്രങ്ങൾക്ക് വില തരുന്ന ദൈവം. ഹല്ലേലൂയ. അതിന് ബഹുമാനം തരുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മളിലുള്ള കുറവുകൾ ഓർക്കാതെ അവൻ തന്റെ കോപത്തെ താമസിപ്പിച്ചുകൊണ്ട് നമ്മളെ സംഹരിച്ചു കളയാതെ വണ്ണം നമ്മളെ നോക്കി നമ്മളോട് കരുണ കാണിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് രാത്രിയിൽ നമ്മളെ ഒന്ന് ശരിയാവണ്ണം ഒന്ന് ഏൽപ്പിക്കുവാൻ തയ്യാറായാൽ, ഹല്ലേലൂയ സ്തോത്രം, അവൻ നമ്മെ മാറോട് ചേർക്കുന്നവനാ. അവൻ നമ്മളെ വീണ്ടും ഫലം കായ്പിക്കാനായിട്ട് നമുക്ക് വേണ്ടി വഴി ഒരുക്കി തരുന്ന ദൈവമാ. ഹല്ലേലൂയ സ്തോത്രം. ദിവസങ്ങളിൽ പഠിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പഠിക്കേണ്ടായി. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ ഹല്ലേലൂയ 13-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. നമുക്കറിയാം, മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടിരിക്കുന്നത് കണ്ടു. 13-ാം അധ്യായത്തിൽ ഹല്ലേലൂയ, മുന്തിരിത്തോട്ടത്തിൽ നട്ടിരിക്കുന്ന ഒരു അത്തിവൃക്ഷത്തിൽ ഫലം കാണാത്തത് കൊണ്ട് കർത്താവ് അവിടെ ഹല്ലേലൂയ അതിനെ ഹല്ലേലൂയ വെട്ടിക്കളയത്തക്കവണ്ണമുള്ള രീതിയിൽ സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരിഞ്ഞ് കാണുന്നില്ല തന്നും അതിനെ വെട്ടിക്കളക. മുന്തിരിത്തോട്ടത്തിൽ അത്തിവൃക്ഷം ഹല്ലേലൂയ നട്ടുവെച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് മുന്തിരിത്തോട്ടത്തിൽ അത്തിവൃക്ഷം നടുന്നത്? മുന്തിരിത്തോട്ടത്തിന്റെ കാലാവസ്ഥ വേറെയാണ്, മുന്തിരിയുടെ കാലാവസ്ഥ വേറെ, മുന്തിരിയെ പരാമരിക്കുന്ന രീതി വേറെ, മുന്തിരിയുടെ ഹല്ലേലൂയ മണ്ണിന്റെ ഹല്ലേലൂയ ക്വാളിറ്റി അത് വേറെയാണ്. അവിടെ കൊണ്ടുപോയി ഒരു അത്തിവൃക്ഷം നടുക എന്ന് പറഞ്ഞാൽ അതിന്റെ രീതി വേറെയാണ്. അത്തിവൃക്ഷത്തിന് ഹല്ലേലൂയ സ്തോത്രം കൊടുക്കേണ്ട പരിചരണങ്ങൾ അതിൻ്റെതായ രീതിയിൽ വേറെയാണ്. ഹല്ലേലൂയ അങ്ങനെ ഇരിക്കുമ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഹല്ലേലൂയ തോട്ടക്കാരൻ അത്തിവൃക്ഷത്തെ ശരിയായി നോക്കിയില്ലെന്നുള്ളതല്ലേ അവിടെ കാണുന്നത്. അതുകൊണ്ടാണ് തോട്ടക്കാരൻ അവിടെ പറയുന്നത്, ഹല്ലേലൂയ ഞാൻ ഇനി ഇച്ചിരി അതിന് വളമൊക്കെ ഇട്ടുകൊടുത്ത് എന്ത് ചെയ്യാം? ഹല്ലേലൂയ സ്തോത്രം, നോക്കിക്കോളാം. ഹല്ലേലൂയ. വെട്ടിക്കളക എന്നൊരു ശബ്ദം പുറപ്പെടുന്നതിന് പകരം പിന്നെയും നിർത്തിക്കൊണ്ട് അതിനെ പരാമരിച്ച് അതിനെ ഫലം കായ്പിക്കുവാൻ തക്കവണ്ണം അതിനെ ക്വാളിറ്റി ഉള്ളതാക്കി മാറ്റുവാൻ തക്കവണ്ണം ഹല്ലേലൂയ സർവശക്തനായ ദൈവം നമ്മളോട് കരുണ കാണിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ദൈവജനമേ നമ്മളെ ദൈവസന്നിധിയിൽ ഒന്ന് താഴ്ത്തിക്കൊടുക്കാമോ? ജീസസ്, നാം ഒന്ന് ശരിയായി തീരുവാൻ അവിടെ പറയുന്നു. 9-ാം വചനത്തിൽ തന്നെ പറയുന്നു, ഇതാ 10-ാം വചനം പറയുന്നു, ഇതാ ഞാൻ നിന്നെ ഊതിക്കഴിച്ചിരിക്കുന്നു, വെള്ളിയെ പോലല്ല താനും. ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിലാകുന്നു ശോധന കഴിച്ചത്. ഹല്ലേലൂയ. പലപ്പോഴും കഷ്ടത വരുമ്പോൾ നാം പറയും, കർത്താവിന് എന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാ, കർത്താവിന് എന്നോട് എന്തോ പ്രത്യേക വൈരാഗ്യം ഉണ്ടായിട്ടാ. ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഒറ്റപ്പെടലിന്റെയും കഷ്ടതയുടെ നടുവിൽ നിന്നുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ എന്നോട് മാത്രം എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അല്പം പോലും എന്നോട് കരുണ കാണിക്കാതിരിക്കുന്നത് എന്താന്ന് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എന്റെ അപ്പൻ പഠിപ്പിച്ചു തന്നത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ സത്യവും നീതിയും അത് പൂർത്തീകരണത്തിലേക്ക് വന്ന് ഹല്ലേലൂയ എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീ പാപത്താൽ കഴുകപ്പെട്ട് നിനക്കൊരു സൽഗുണപൂർത്തി വരണം. പ്രിയ ദൈവജനമേ, നമുക്കൊരു സൽഗുണപൂർത്തിയിലേക്ക് നമ്മളെ നടത്തുവാനാണ് ചില കഷ്ടതയുടെ തീച്ചൂള നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നത്. ഇല്ല എങ്കിൽ അവൻ എന്നെ നമ്മളെ സംഹരിച്ചു കളയുമായിരുന്നു, അല്ലെങ്കിൽ എന്നെ നമ്മളെ വെട്ടിക്കളയുമായിരുന്നു. എന്നും നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നാം ഫലം കായ്ക്കുവാൻ. ഉടവലവച്ചാര ഘടകസ്യേ രികതരമനക
അഭിഷേക ശാന്തരാധന യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഇന്ന് പകൽകാലം ദൈവം നമ്മളിൽ വിശ്വസ്തത ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളിൽ ഹല്ലേലൂയ അനുസരണം ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളിൽ നീതി ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളിൽ സത്യം ആഗ്രഹിക്കുന്നു. ഇത് ഇല്ല എങ്കിൽ നമ്മുടെ വസ്ത്രത്തിന്റെ ഹല്ലേലൂയ വെണ്മ നഷ്ടപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് രേഖാബ്യ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, വംശത്തിലുള്ള രേഖാബിന്റെ മക്കളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വചനത്തിൽ വരുമ്പോൾ അവിടെ ഹല്ലേലൂയ ഒരു ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആരാണെന്നറിയാമോ ചോദിക്കുന്നത്? അന്നത്തെ രാജാവായ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഇസ്രായേലിന്റെ രാജാവിന്റെ ഇടയിലിരുന്ന് ഹല്ലേലൂയ ഒരു ചോദ്യം വരികയാണ്. അവൻ അവിടെ നിന്ന് പുറപ്പെട്ടപ്പോ തന്നെ എതിരേൽപ്പാൻ വരുന്ന രേഖാബിന്റെ മകനായ യോനാദാബിനെ കണ്ടു. 15-ാമത്തെ വചനം 10-15. എന്റെ ഹൃദയം നിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നത് പോലെ നിന്റെ ഹൃദയം പരമാർത്ഥമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. സ്തോത്രം ജീസസ്. എന്റെ ഹൃദയം നിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നത് പോലെ നിന്റെ ഹൃദയം പരമാർത്ഥമായിരിക്കുന്നുവോ? ഇന്ന് രാത്രി ഈ ഒരു ചോദ്യം നമ്മൾ ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്. ഞാൻ നിന്നെ സംഹരിച്ചു കളയേണ്ടതാ? ഞാൻ നിന്നെ ഹല്ലേലൂയ, സ്തോത്രം, നിന്നോട് കോപിക്കേണ്ടതാ? നിന്നെ ഞാൻ വെട്ടിക്കളയേണ്ടതാ? പക്ഷെ ഈ രാത്രി ചോദിക്കുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, എന്റെ ഹൃദയം നിന്നോട് പരമാർത്ഥതയാ, നീ എന്നോട് തിരിച്ച് പരമാർത്ഥമായിരിക്കുന്നു. ഇതിനുത്തരം പറയുവാൻ എത്ര പേർക്ക് കഴിയും? അതേ കർത്താവേ, ഞാൻ നിന്റെ സന്നിധിയിൽ പരമാർത്ഥതയോടെ തന്നെയാണെന്ന് പറയുവാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? അങ്ങനെയുള്ളവർക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യാം. കർത്താവേ, നീ എന്നോട് പരമാർത്ഥമായിരിക്കുന്നത് പോലെ ഞാൻ നിന്നോട് പരമാർത്ഥമായിരിക്കുന്ന കർത്താവേ എന്ന് പറയാൻ ഹല്ലേലൂയ, സ്തോത്രം, പ്രാഗൽഭ്യമുണ്ടെങ്കിൽ അവരെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സന്തോഷിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, ചോദിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, എന്റെ ഹൃദയം പരമാർത്ഥമായിരിക്കുന്നത് പോലെ നിന്റെ ഹൃദയം എന്നോട് പരമാർത്ഥമായിരിക്കുന്നുവോ? സ്തോത്രം. 16-ാം വചനത്തിൽ പറയുന്നു, അവനെ തന്റെ രഥത്തിൽ കയറ്റി നീ എന്നോട് കൂടെ വന്ന് യഹോവയെ കുറിച്ച് എനിക്കുള്ള ശുഷ്കാന്തി കാണുക എന്ന് പറഞ്ഞു. നമുക്കതിനുള്ള ധൈര്യമുണ്ടോ? എനിക്ക് യഹോവയെ കുറിച്ചൊരു ശുഷ്കാന്തിയുണ്ട്. അവന്റെ വചനത്തിൽ എനിക്കൊരു ശുഷ്കാന്തിയുണ്ട്. അവൻ പറഞ്ഞാൽ ഞാൻ അനുസരിക്കുന്നവളാണ്. ഞാൻ അവൻ പറഞ്ഞാൽ അനുസരിക്കുന്നവനാണ്. എനിക്ക് എന്റെ കർത്താവിനെ കുറിച്ചൊരു ശുഷ്കാന്തിയുണ്ട് എന്ന് എത്ര പേർക്ക് ദൈവസന്നിധിയെ സമ്മതിക്കുവാൻ സാധിക്കും? ഇന്ന് രാത്രിയിൽ അങ്ങനെ പറയുവാൻ ഹല്ലേലൂയ പ്രാഗൽഭ്യമില്ല എങ്കിൽ ഈ രാത്രി ദൈവസന്നിധിയെ നാം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ, സ്തോത്രം, ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവേ, നിന്റെ സന്നിധിയിൽ ശുഷ്കാന്തി ഉള്ളവളായി പരമാർത്ഥതയുള്ള ഒരു വ്യക്തിയായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവേ. എന്നാൽ ഇന്നലെ വരെയുള്ള ജീവിതത്തിൽ, അല്ലെങ്കിൽ ഇന്ന പകൽകാലം വരെയുള്ള ജീവിതത്തിൽ എനിക്കത് സാധ്യമായിട്ടില്ല കർത്താവേ. പലപ്പോഴും ഞാൻ വീണു പോകുന്ന കർത്താവേ. പലപ്പോഴും എന്നിൽ നിന്ന് സത്യം നശിച്ചു പോകുന്ന കർത്താവേ. എന്നിൽ നിന്ന് ചിലപ്പോൾ ചില നീതികൾ, അനീതികൾ വന്നിട്ട് ഹല്ലേലൂയ എന്റെ നീതി നഷ്ടപ്പെട്ടു പോകുന്ന കർത്താവേ. എന്നാൽ ഹല്ലേലൂയ നീതിയോടും സത്യത്തോടും തിരുസന്നിധി നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നപ്പാ. എന്നെ ഒന്ന് മെനയണമേ, എന്നെ ഒന്ന് നല്ലവണ്ണം പണിയണമേ എന്ന് എത്ര പേർ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കും? ഈ ദിവസങ്ങളിൽ ദൈവം തന്റെ രാജ്യത്തിന് വേണ്ടി ചിലതിനെ ഹല്ലേലൂയ പണിതുകൊണ്ടിരിക്കുക കേട്ടോ. ചിലതിനെ ഹല്ലേലൂയ, സ്തോത്രം, മെനഞ്ഞുകൊണ്ടിരിക്കുകയാ. നല്ല മനോഹരമായ ഒരു പാത്രമായി തീർക്കുവാൻ കഷ്ടത്തിന്റെ ചൂളയിലാണെങ്കിൽ അത് അങ്ങനെ, ചക്രത്തിലാണെങ്കിൽ അങ്ങനെ. ഹല്ലേലൂയ, സ്തോത്രം, ദൈവം നിന്നെ ഹല്ലേലൂയ വേർതിരിക്കുവാൻ, തിരഞ്ഞെടുത്ത് മാറ്റുവാൻ, നല്ല ഒരു ഗോതമ്പ് മണിയായി മാറ്റുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നിന്നിലേക്ക് കടന്നു വരുമ്പോൾ, നീതിയോടും സത്യത്തോടും നിൽക്കുന്നത് കാണുവാൻ കർത്താവ് വരുമ്പോൾ, കർത്താവ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. മകളെ, മകനെ, ഞാൻ നിന്നോട് പരമാർത്ഥതയുള്ളതാ, നീ എന്നോട് തിരിച്ചെന്നോട് പരമാർത്ഥതയുണ്ടോ? ജീസസ് ഒന്ന് ചോദിച്ചാട്ടെ, നിങ്ങളോട് തന്നെ നിങ്ങളൊന്ന് ചോദിച്ചാട്ടെ. ഞാൻ എന്നോട് ചോദിക്കുകയാ. ഹല്ലേലൂയ.
പരമാർത്ഥതയുണ്ടോ? എന്റെ കർത്താവിനെ കുറിച്ച് എനിക്കൊരു ശുഷ്കാന്തിയുണ്ടോ? എന്തായിരുന്നു രേഖാബ് ഗ്രഹത്തിന്റെ ശുഷ്കാന്തി? എന്തായിരുന്നു രേഖാബ് ഗ്രഹത്തിന്റെ ഹാലലുയാ സ്തോത്രം പരമാർത്ഥത? ഹാലലുയാ സ്തോത്രം. ഇവിടെ ഹാലലുയാ 35 ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായത്തിൽ പ്രവാചകൻ ഈ ഭാഗത്തെ എടുത്തു വീണ്ടും പറയുകയാണ്. എന്താണ്? യോശിയാവിന്റെ മകനായി യഹൂദ രാജാവായ യെഹോയാക്കീമിന്റെ കാലത്ത് ഇരമ്യാവിനെ യഹോവയിൽ നിന്നുണ്ടായ അരുളപ്പാടെന്തെന്നാൽ, നീ രേഖാബ്യ ഗ്രഹത്തിന്റെ അടുക്ക ചെന്ന് അവരോട് സംസാരിച്ച് അവരെ യഹോവയുടെ ആലയത്തിന്റെ ഒരു മുറിയിൽ കൊണ്ടുവന്ന് അവർക്ക് വീഞ്ഞു കുടിപ്പാൻ കൊടുക്ക. സ്തോത്രം. ഹല്ലേലൂയ. പറയുന്നതാരാ? ദൈവം, യഹോവയായ ദൈവം ഇരമ്യാവിനോട് പറയുകയാണ്. യഹോയാക്കീമിന്റെ കാലത്ത് ഇരമ്യാവിനുണ്ടായ ഒരു അരുളപ്പാടാണ്. എന്താണ്? നീ രേഖാബ്യ ഗ്രഹത്തിന്റെ അടുക്ക ചെന്നിട്ട് അവരോട് സംസാരിച്ച് അവരെ എവിടെ കൊണ്ടുപോകണം? യഹോവയുടെ ആലയത്തിലെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോകണം. അവിടെ ചെന്നിട്ട് അവർക്ക് എന്ത് കൊടുക്കണം? വീഞ്ഞു കുടിക്കാൻ കൊടുക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവം ഇങ്ങനെയൊക്കെ പറയുമോ? പറയും. സ്തോത്രം. നിന്റെ വെണ്മയെ തിരിച്ചറിയുവാൻ, പരിശോധിക്കുവാൻ, നിന്റെ തലയിലെ എണ്ണ അഭിഷേകത്തിന്റെ വർധനവ് തിരിച്ചറിയുവാൻ, പരിശോധിക്കുവാൻ, നിന്റെ ജീവിതത്തിലെ വെളിച്ചത്തിന്റെ അളവ് വർദ്ധിച്ചിട്ടുണ്ടോ എന്നറിയുവാൻ ചില പരീക്ഷണങ്ങൾ നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ നീ തോറ്റുപോകരുത്. ഹല്ലേലൂയ. നീ തോറ്റുപോകരുത്. സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയുകയാണ്, നിന്റെ വിരുദ ആരും തെറ്റിക്കരുത്. കൊലോസ്യ ലേഖനത്തിൽ പറയുന്നു, നിന്റെ വിരുദ ആരും തെറ്റിക്കരുത്. വിരുദ തെറ്റിക്കുവാൻ തക്കവണ്ണം പിശാച് നിന്നെ ഹല്ലേലൂയ സ്തോത്രം ഊടാടി സഞ്ചരിക്കുമ്പോൾ തന്നെ ദൈവവും ചില പരീക്ഷണ വലയങ്ങൾ അയക്കും. കേട്ടോ, അബ്രഹാമിനെ പരീക്ഷിച്ചത് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ പറയുകയാണ്, ഹല്ലേലൂയ, പിന്നീട് യഹോവയായ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചതെന്തെന്നാൽ, സ്തോത്രം, പരീക്ഷണം ദൈവത്തിൽ നിന്നും ഉണ്ടായി. എന്തിനു വേണ്ടി? നമ്മുടെ വിശുദ്ധ ജീവിതത്തിന്റെ ഉറപ്പിനായി. ഹല്ലേലൂയ. ഉറപ്പുണ്ടോ എന്നറിയുവാൻ. സ്തോത്രം, സ്തോത്രം. ദൈവത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടോ എന്നറിയുവാൻ, ദൈവത്തിനോടുള്ള അനുസരണ എത്രമാത്രം ഉള്ളതറിയുവാൻ, ദൈവത്തിനോടുള്ള പരമാർത്ഥത എന്തെന്നറിയുവാൻ, ദൈവത്തിനോടുള്ള വിശ്വസ്തത എന്തെന്നറിയുവാൻ നിന്റെ ദൈവം പരീക്ഷിക്കും. കഷ്ടത്തിന്റെ തീച്ചുള. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവിടെ പറയുകയാണ്, നീ വീഞ്ഞ് കുടിപ്പാൻ കൊടുക്ക. അങ്ങനെ ഞാൻ അബസിന്യാവിന്റെ മകനായ ഇരമ്യാവിന്റെ മകൻ യയസന്യാവേയും അവന്റെ സഹോദരന്മാരെയും അവന്റെ സകല പുത്രന്മാരെയും രേഖാബ്യ ഗ്രഹവും മുഴുവനെയും കൂട്ടി യഹോവയുടെ ആലയത്തിൽ പ്രഭുക്കന്മാരുടെ മുറിക്കരികെ ശല്ലൂമിന്റെ മകനായ വാതിൽ കാവൽക്കാരൻ മയസേയാവിന്റെ മുറിക്കുമീതെ ഇഗ്ദല്യാവിന്റെ മകനും ദൈവപുരുഷനായ ഹാനാന്റെ പുത്രന്മാരുടെ മുറിയിൽ കൊണ്ടുവന്നു. സ്തോത്രം, സ്തോത്രം. അവിടെ വെച്ച് എന്ത് ചെയ്യുകയാണ്? അവർക്ക് നിറച്ച രേഖാബ്യ ഗ്രഹക്കാരുടെ മുമ്പിൽ വീഞ്ഞു നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും വെച്ച് അവരോട് വീഞ്ഞു കുടിപ്പീൻ എന്ന് പറഞ്ഞു. സ്തോത്രം, സ്തോത്രം. ഒരു ഗ്ലാസ് ഒന്നും അല്ല കൊടുത്തത് കേട്ടോ, അര ഗ്ലാസും അല്ല കൊടുത്തത്. സ്തോത്രം, സ്തോത്രം. കുടം കണക്കിനാണ് വെച്ച് കൊടുത്തത്. സ്തോത്രം. കുടം കണക്കിന് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, വീഞ്ഞു കുടിപ്പീൻ. നമ്മൾ എന്ത് ചെയ്താണ്? ഇരമ്യാവ് ഒരു പ്രവാചകനാണ്. ഇപ്പൊ നമ്മുടെ ഷാജി പാസ്റ്റർ ചില 10 കുടം വീഞ്ഞു കൊണ്ട് വെച്ചിട്ട് പറയുകയാണ് കുടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സുന്ദരമായിട്ട് എടുത്ത് കുടിക്കും. കാരണം എന്താ? ദൈവത്തിന്റെ അഭിഷിക്തനാ. ദൈവത്തിന്റെ അരുളപ്പാടാ കിട്ടിയേക്കുന്ന വീഞ്ഞു കുടിക്കാൻ കൊടുക്കാൻ. ദൈവത്തെ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? ദൈവത്തിന്റെ പ്രവാചകരെ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? പക്ഷെ അവർ പറഞ്ഞ ഹല്ലേലൂയ സ്തോത്രം മറുപടി എന്താണെന്നറിയാമോ? 6-ാം വചനം ശ്രദ്ധിച്ചു നോക്കിക്കേ. അതിനവർ പറഞ്ഞത്, ഞങ്ങൾ വീഞ്ഞു കുടിക്കയില്ല. രേഖാബിന്റെ മകനായി ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട്, നിങ്ങൾ ചെന്ന് പാർക്കുന്ന ദേശത്ത് ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിന് നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത്, വീട് പണിയരുത്, വിത്ത് വിതയ്ക്കരുത്,
മുന്തിരിത്തോട്ടം ഉണ്ടാക്കരുത്, ഈ വക ഒന്നും നിങ്ങൾക്കുണ്ടാകുകയും അരുത്, നിങ്ങൾ ജീവപര്യന്തം കൂടാരങ്ങളിൽ പാർക്കണമെന്നിങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു. അവരുടെ അപ്പനിൽ നിന്നൊരു കൽപ്പന പുറപ്പെട്ടിട്ടുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ വീഞ്ഞു കുടിക്കരുത്. എന്തിനു വേണ്ടി? നിങ്ങൾ ദൈവത്തിന്റെ മുൻപാകെ ദീർഘായുസ്സോടിരിപ്പാൻ. പകൽകാലം ദൈവജനമേ, ദൈവത്തിൽ നിന്ന് നിന്നിലേക്കൊരു കൽപ്പന പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ പിതാക്കന്മാർ മൂലം നിനക്കൊരു കൽപ്പന പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി ശുഷ്കാന്തിയോട് നിന്ന നിന്റെ മുൻപിതാക്കന്മാരുടെ കൽപ്പന പ്രകാരം തലമുറയെ നീ ജീവിക്കുവാൻ തയ്യാറായാൽ, പരമാർത്ഥത എവിടെയാണ്? അനുസരണത്തിലാണ് പരമാർത്ഥത വെളിപ്പെടുന്നത്. ദൈവത്തോടുള്ള അനുസരണയിലാണ് ദൈവത്തോടുള്ള പരമാർത്ഥത വെളിപ്പെടുന്നത്. ദൈവത്തോടുള്ള ഹല്ലേലൂയ പരമാർത്ഥത എവിടെയാണ് വെളിപ്പെടുന്നത്? ദൈവത്തോടുള്ള ഹല്ലേലൂയ തന്റെ വിശ്വസ്തതയിലാണ്. ഇന്ന് രാത്രി എത്ര പേർ ദൈവത്തെ അനുസരിക്കാൻ തയ്യാറാ? അവിടെ ദൈവത്തോടുള്ള നിന്റെ പരമാർത്ഥത വെളിപ്പെടുകയാ, പരമാർത്ഥത വെളിപ്പെടുകയാ. ഹല്ലേലൂയ. അങ്ങനെ 8-ാം വചനം, അങ്ങനെ ഞങ്ങളും ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും ഞങ്ങളുടെ ജീവകാലത്തൊരിക്കലും വീഞ്ഞു കുടിക്കുകയോ പാർപ്പാൻ വീട് പണികയോ ചെയ്യാതെ രേഖാബിന്റെ മകനായി ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ച സകലത്തിലും അവന്റെ വാക്ക് കേട്ടനുസരിച്ചു വരുന്നു. വാക്ക് കേട്ടനുസരിച്ചു വരുന്നു. ഇന്ന് നമ്മുടെ ഒരു ആത്മീക പിതാവ് എന്നുള്ള രീതിയിലാണല്ലോ നമ്മുടെ കർത്തൃവൃത്യൻ നമ്മുടെ മുമ്പിലായിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മളോട് പറയുന്ന ചില വാക്കുകൾ, നമ്മളോട് കർത്താവിന്റെ നാമത്തിൽ വിളിച്ചു പറയുന്നത് അനുസരിപ്പാൻ തയ്യാറായെങ്കിൽ അവിടെ നമുക്കൊരു ദീർഘായുസ്സുണ്ട്. ഹല്ലേലൂയ, നമുക്കൊരു വർധനവുണ്ട്, നമുക്കൊരു അനുഗ്രഹമുണ്ട്. നമ്മളെ ഹല്ലേലൂയ, സ്തോത്രം, പിശാച തൊടുവാൻ അവൻ അനുവദിക്കയില്ല. ജീസസ് അവർ പറയുകയാണ്, ഞങ്ങളും ഞങ്ങളുടെ ഭാര്യമാരും ഞങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും കണ്ടോ, കുടുംബമായി 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 യോനാദാബിന്റെ മക്കൾ അവരുടെ തലമുറകളെല്ലാം ആ വല്യപ്പന്റെ വാക്ക് കേട്ടനുസരിക്കത്തക്കവണ്ണം തങ്ങളെ തന്നെ ദൈവത്തിന്റെ മുൻപാകെ താഴ്ത്തി സമർപ്പിച്ചിരിക്കുന്നത് നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തി കർത്താവിന്റെ മുൻപിൽ നാം പരമാർത്ഥതയോടെ ജീവിക്കുവാൻ ഈ രാത്രിയിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ നാം ദൈവത്തിന്റെ നാമത്തെ കീർത്തിക്കുന്നത് സത്യത്തോടും നീതിയോടും കൂടെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം പുതിയതൊന്ന് ചെയ്യും, പുതിയതൊന്ന് ചെയ്യും. ഇതാ രേഖാബ്യ ഗ്രഹത്തിലെ യോനാദാബിന്റെ മക്കളുടെ ഇടക്കൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു പുതിയ ഒരു അനുഗ്രഹം കൊടുക്കുകയാണ്. എന്തെന്ന് നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാകും. അവിടെ ഹല്ലേലൂയ, സ്തോത്രം, 19-ാം വചനത്തിൽ പറയുന്നു, എന്റെ മുൻപാകെ നിൽപ്പാൻ രേഖാബിന്റെ മകനായ യോനാദാബിന് ഒരു പുരുഷൻ ഒരിക്കലും ഇല്ലാതെ വരികയില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളിച്ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന്റെ മുൻപാകെ നിൽക്കുവാൻ, ഹല്ലേലൂയ, തലമുറകളെ വേർതിരിക്കുന്ന ഒരു അനുഗ്രഹം, ഹല്ലേലൂയ, സ്തോത്ര, യോനാദാബിന്റെ മക്കളാകിയ രേഖാബ്യ ഗ്രഹത്തിന് കൊടുത്തെങ്കിൽ, പ്രിയ ദൈവജനമേ, പുതിയ നിയമ വിശ്വാസിയെ, നിന്റെ തലമുറ വരെയുമുള്ള ഒരു ദൈവത്തിന്റെ വാഗ്ദത്തം നിനക്ക് വേണ്ടി ഈ രാത്രിയിൽ മാറ്റിവെച്ചിരിക്കുമ്പോൾ നിനക്കൊന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാമോ? കർത്താവേ, നീതിയോട് സത്യത്തോടും കൂടെ നിൽപ്പാൻ, നിന്റെ പരമാർത്ഥതയ്ക്കൊത്തവണ്ണം ഹല്ലേലൂയ പരമാർത്ഥതയോടെ നിൽക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ കുടുംബത്തെ കുറിച്ച് ദൈവത്തിന്റെ വാക്കുകൾ നാം വായിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ 13-ാമത്തെ വചനം തൊട്ട് ഹല്ലേലൂയ നാം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, അപ്പോൾ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിനുണ്ടായെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ ചെന്ന് യഹൂദ പുരുഷന്മാരോടും യെരൂശലേം നിവാസികളോടും പറയേണ്ടത്, എന്റെ വചനങ്ങളെ അനുസരിക്കേണ്ടതിന് നിങ്ങൾ പ്രബോധനം കൈക്കൊള്ളുന്നില്ലയോ? സ്തോത്രം, സ്തോത്രം. നാം ആരാധിക്കുന്നുണ്ട്, നാം സ്തുതിക്കുന്നുണ്ട്, നാം സ്തോത്രം പറയുന്നുണ്ട്, നാം വചനം പ്രസംഗിക്കുന്നുണ്ട്, നാം ആരാധിക്കുന്നുണ്ട്, നാം പാട്ട് പാടുന്നുണ്ട്. പക്ഷേ
വചനം പ്രമാണിക്കുവാൻ തക്കവണ്ണം പ്രബോധനം കൈക്കൊള്ളുന്നുണ്ടോ? ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മളെ ശുദ്ധീകരിക്കുവാൻ, നമ്മളെ ഒന്നുകൂടെ ഹല്ലേലൂയ പണിതെടുക്കുവാൻ, നല്ലവണ്ണം ഒന്ന് പണിതെടുക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവാത്മാവ് ചോദിക്കുകയാണ്, നീ പ്രബോധനം നിങ്ങൾ കൈക്കൊള്ളുന്നുണ്ടോ? പ്രബോധനം കൈക്കൊള്ളുന്നുണ്ടോ? ജീസസ് സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ആരാധനയ്ക്ക് പോയി, പാസ്റ്റർ പ്രസംഗിച്ചു, തിരിച്ചു വന്നു. എന്താ പ്രസംഗിച്ചത്? ഇന്ന് ഗൂഗിൾ മീറ്റിൽ നല്ലൊരു അഭിഷിക്തനായിരുന്നു, അല്ലെങ്കിൽ അഭിഷിക്തയായിരുന്നു. എന്താ പ്രസംഗിച്ചത്? നമ്മൾ അങ്ങനെ ആകരുത് ദൈവജനം. ഓരോ ദിവസവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മഞ്ഞ് പൊഴിയുന്നത് പോലെ ഹല്ലേലൂയ നമ്മുടെ മധ്യത്തിൽ പൊഴിയുന്ന ദൈവത്തിന്റെ പ്രബോധനങ്ങൾ, ദൈവത്തിന്റെ വചനങ്ങൾ നാം കേട്ട് അതിനകത്തു നിന്ന് നാം ഏറ്റെടുത്ത് ആ പ്രബോധനം കൈക്കൊണ്ട് ദൈവത്തിന്റെ വിശുദ്ധിയിലും ദൈവത്തിൻ്റെതായ വേർപാടിലും നാം ഹല്ലേലൂയ ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ നമുക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ റിബറമനക ശാന്തരേദന. ഇവിടെ പറയുകയാണ് 14-ാം വചനത്തിൽ, രേഖാബിന്റെ മകനായ യോനാഥാബ് തന്റെ പുത്രന്മാരോട് വീഞ്ഞു കുടിക്കരുതെന്ന് കൽപ്പിച്ചതവർ നിവർത്തിക്കുന്നു. നാം നിവർത്തിക്കുന്നുണ്ടോ? നമ്മുടെ കർത്തൃവൃത്തി നമ്മളോട് പറയുന്നത് നമ്മൾ നിവർത്തിക്കുന്നുണ്ടോ? സ്തോത്രം, സ്തോത്രം. ഇവിടെ പ്രസംഗിക്കുന്ന ദൈവവചനം പ്രഘോഷിക്കുന്ന പലരുമുണ്ട്. അവർ പ്രസംഗിക്കുന്ന വചനം നാം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ അത് നിവർത്തിക്കുന്നുണ്ടോ? കേൾക്കുന്നതിലല്ല പ്രിയമുള്ളവരെ, കേൾക്കുന്നത് നിവർത്തിക്കുന്നതിലാണ് ദൈവത്തിന്റെ പ്രസാദം നമ്മുടെ മേൽ പകരുന്നതെന്ന് നാം തിരിച്ചറിയേണ്ട കാലഘട്ടത്തിലേക്കാണ് നാം കടന്നു വരുന്നത്. ഹല്ലേലൂയ. ഗൂഗിൾ മീറ്റിൽ നീ കേറി ഇരുന്നോ എന്നല്ല ദൈവം ചോദിക്കുന്നത്. ഗൂഗിൾ മീറ്റിംഗിൽ ഇന്ന് പ്രസംഗിച്ച വചനത്തെ നിന്റെ ജീവിതത്തിൽ നിവർത്തിക്കുവാൻ നീ എത്രത്തോളം നിന്നെ സമർപ്പിച്ചിട്ടുണ്ടെന്നുള്ള ചോദ്യമാണ് സ്വർഗം നമ്മളിലേക്ക് പകരുന്നത്. ഹല്ലേലൂയ, 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 സ്തോത്രം, ജീസസ്. അവിടെ ചോദിക്കുന്നു, അവർ പിതാവിന്റെ കൽപ്പന പ്രമാണിച്ച് ഇന്ന് വരെ കുടിക്കാതിരിക്കുന്നു, എന്നാൽ ഞാൻ ഇടവിടാതെ നിങ്ങളോട് സംസാരിച്ചിട്ടും നിങ്ങൾ എന്നെ അനുസരിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഈ ജഡത്തിൽ ജനിപ്പിച്ച ഒരു പിതാവിന്റെ വാക്ക് ആ മക്കൾ അനുസരിച്ചു. പക്ഷേ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ വാക്കനുസരിക്കുവാൻ മനസ്സില്ലാതെ ഇസ്രായേൽ ഗ്രഹം നീതി വിട്ടും സത്യം വിട്ടും ദൈവത്തിന്റെ കോപത്തിന് ഇരയായി ജീവിക്കുന്ന ഒരനുഭവം നമ്മളെ ചൂണ്ടിക്കാണിക്കുകയാണ് സ്വർഗസ്ഥനായ പിതാവ്. ഇന്നു രാത്രിയിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച നമുക്ക് വേണ്ടി കാൽവറിയിൽ തന്റെ അവസാന തുള്ളിയും രക്തവും ചിന്തിത്തത് ഹല്ലേലൂയ സ്തോത്രം പുഴുപിടയുന്നത് പോലെ ഹല്ലേലൂയ സ്തോത്രം ആ കാൽവറിയുടെ ഹല്ലേലൂയ കൊലക്കളത്തിൽ നമുക്ക് വേണ്ടി പിടഞ്ഞ നമ്മുടെ അരുമനാഥന്റെ വാക്ക് അനുസരിക്കുവാനും നിവർത്തിക്കുവാനും നാം എത്രത്തോളം ശുഷ്കാന്തി കാണിച്ചിരിക്കുന്നു, അതാണ് പരിശുദ്ധാത്മാവിനെ അറിയേണ്ടത്. ആയതുകൊണ്ട് ദൈവജനമേ, ഇന്ന് രാത്രിയിൽ നമ്മളെ തന്നെ ദൈവസന്നിധിയിലോട്ടൊന്ന് തിരിക്കാം. ഹല്ലേലൂയ സ്തോത്രം. പണ്ട് ഞങ്ങൾ ഇവിടെ IM-ലെ ക്ലാസ് പഠിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, എബി എബ്രഹാം പത്തനാപുരം ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് മുമ്പ് ലേഖനങ്ങളാണ് സാറ് പഠിപ്പിക്കുന്നത്. അപ്പോ തന്നെ ആദ്യ ക്ലാസ്സിൽ കയറുമ്പോൾ സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഞങ്ങളെ പഠിപ്പിക്കാറുണ്ട്. ഒരു ക്ലാസ്സിൽ എടുത്തത് 22-ാം സങ്കീർത്തനം. നമുക്കറിയാതെ കാൽവറി ക്രൂശിലെ ഹല്ലേലൂയ സ്തോത്രം ഒരു ചിത്രീകരണമാണ്. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ഒരു കൃമി എന്നുള്ള വാക്ക് അവിടെ വന്നിട്ടുണ്ട്. ആ കൃമി എന്ന വാക്കിന് ഹല്ലേലൂയ സ്തോത്രം സാർ ഒരു വലിയൊരു കാര്യം അവിടെ ഞങ്ങളെ പഠിപ്പിക്കുകയുണ്ടായി. ഹല്ലേലൂയ സ്തോത്രം. പണ്ട് തോല എന്ന് പറയുന്ന ഒരു പുഴു, ഹല്ലേലൂയ സ്തോത്രം, അത് മൽബറി ചെടികളുടെ ഇലകൾക്കരി ഹല്ലേലൂയ അടി ഭാഗത്തായിട്ട് വളരുന്ന ഒരു പുഴു. ഹല്ലേലൂയ ആ പുഴു ഹല്ലേലൂയ ഇത് ഹല്ലേലൂയ രാത്രിയെല്ലാമാണ് ഇത് ഉണർന്നിരിക്കുന്നത്. പകൽ സമയം ഇത് ഉറങ്ങും. ഈ ഉറങ്ങുന്ന സമയത്ത് ഇവർ ചെന്ന് ഇത് വളർന്നു കഴിയുമ്പോൾ ഇതിനെ പോയി ഇത് കളക്ട് ചെയ്യും ഇവർ. ഹല്ലേലൂയ സ്തോത്രം. മൽബറി ആ ഹല്ലേലൂയ തോട്ടത്തിൽ പോയി ഹല്ലേലൂയ ആളുകൾ ഇത് കളക്ട് ചെയ്യും. കളക്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന് അവിടെ സാറ് ഞങ്ങളെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, ഇതിനെ കൊണ്ടുവന്ന് അതിന്റെ ആ ഒരു വലിയ അവരുടെ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുവന്ന് ഈ പുഴുവിനെ ഇവർ ഞെക്കി പിഴിയും. ജീസസ്
ഞെക്കിപ്പിഴിയുമ്പോൾ ഇതിൽ നിന്ന് ചില ചാറ് വരും. ഈ ചാറിനെ അവർ വെയിലത്തിട്ട് ഉണക്കും. അതിനകത്ത് ചില രസക്കൂട്ടുകളെല്ലാം ചേർത്ത് ഇവർ വെയിലത്ത് ഉണക്കിയെടുക്കും. ചില ദിവസങ്ങളുടെ ഉണക്ക് കഴിയുമ്പോൾ ഹല്ലേലൂയ ഇതിൽ നിന്ന് ഇതിന്റെ ഹല്ലേലൂയ സ്തോത്രം ജലാംശമെല്ലാം പോയിട്ട് ഇത് നല്ല ഒരു കുഴമ്പ് പരുവത്തിൽ കിട്ടും. ഇതിനെ ഇവർ ഹല്ലേലൂയ ചില പ്രത്യേകതര പാത്രത്തിലാക്കി ഹല്ലേലൂയ മണ്ണിന്റെ അടിയിൽ ചില ദിവസങ്ങൾ ആഴ്ചകൾ കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇതിനെ പുറത്തെടുത്ത് കഴിയുമ്പോൾ ഇത് ഹല്ലേലൂയ സ്തോത്രം നല്ല ഒരു ചിത്രങ്ങളൊക്കെയും വരയ്ക്കുവാനും ഹല്ലേലൂയ മഷി ഹല്ലേലൂയ സ്തോത്രം ഒരിക്കലും മാഞ്ഞു പോകാത്ത കാര്യങ്ങൾക്ക് ഹല്ലേലൂയ എഴുതുവാനും ഒക്കെയും അന്ന് രാജാക്കന്മാരുടെ കാലത്ത് ഇവർ മഷിയായി ഉപയോഗിക്കുകയും ഹല്ലേലൂയ രാജാക്കന്മാരുടെ വസ്ത്രങ്ങളിൽ ഹല്ലേലൂയ ചിത്രകരമായ കാര്യങ്ങൾ ഈ മഷി കൊണ്ട് എഴുതുകയും ചെയ്യുമെന്ന് അന്ന് പഠിപ്പിക്കുകയുണ്ടായി. ഹല്ലേലൂയ സ്തോത്രം കർത്താവിന്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പഠിപ്പിച്ചപ്പോൾ ഹല്ലേലൂയ എങ്ങനെ ഈ പുഴുവിനെ പിഴിഞ്ഞെടുത്തോ ഹല്ലേലൂയ ഈ ചാറ് ഊറ്റിയെടുത്തോ അതുപോലെയാണ് നമ്മുടെ കർത്താവ് ഹല്ലേലൂയ കാൽവറിയുടെ കൊലക്കളത്തിൽ പിഴിയപ്പെട്ട് അവസാന തുള്ളി രക്തവും വെള്ളവും വരെ നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് അത് ഹല്ലേലൂയ പിന്നത്തേതിൽ നിത്യത വരെ നമ്മളെ കൊണ്ടെത്തിക്കുന്ന നല്ലൊരു മഷിക്കുട്ടായി നമ്മളെ മുദ്രീകരിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം എന്നേക്കുമായാത്ത ഹല്ലേലൂയ സ്തോത്രം എന്റേതാണെന്ന് പറയുന്ന മുദ്രയിട്ട് നമ്മളെ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ആ സങ്കീർത്തനവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ പ്രിയ ദൈവജനമേ ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ കാൽവരിയുടെ കൊലക്കളത്തിൽ നമ്മുടെ കർത്താവ് അരുമനാഥൻ പിടഞ്ഞത് നാം മറന്നു പോകരുത്. അവന്റെ ചോര കൊണ്ടാണ് നമ്മളെ വീണ്ടെടുത്തത്. സകല ഗോത്രങ്ങളിൽ നിന്നും സകല ഭാഷകളിൽ നിന്നും സകല വംശങ്ങളിൽ നിന്നും സകല ജാതികളിൽ നിന്നും എന്റെ രക്തത്താൽ ഞാൻ ദൈവത്തിന് വേണ്ടി നിങ്ങളെ വിലയ്ക്ക് വാങ്ങി. സ്തോത്രം. അവന്റെ രക്തം കൊണ്ട് നമ്മളെ എഴുതിയിരിക്കുകയാണ്. ഇവൾ എന്റേതാണ്, ഇവൻ എന്റേതാണ്. ഹല്ലേലൂയ അത് മായ്ക്കുവാൻ പിശാചിന് കഴിയുകയില്ല. പക്ഷേ ആർക്ക് കഴിയുമെന്നറിയാമോ? നമുക്ക് തന്നെ കഴിയും. നമ്മളിൽ നിന്ന് നീതി നഷ്ടപ്പെടും. നമ്മളിൽ നിന്ന് നമ്മുടെ വസ്ത്രത്തിന്റെ വെണ്ണ കുറയുമ്പോൾ, നമ്മുടെ തലയിലെ എണ്ണ കുറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഇരുട്ട് വ്യാപരിക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീതി നഷ്ടപ്പെടുമ്പോൾ പ്രിയ ദൈവജനമേ ഈ എഴുത്ത് മാഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ രാത്രിയിൽ നമ്മൾ വളരെ ശുഷ്കാന്തിയുള്ളവരായി ദൈവസന്നിധി പരമാർത്ഥതയുള്ളവരായി നമ്മുടെ പരമാർത്ഥതയ്ക്ക് വിലയുണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നാം ദൈവസന്നിധി നമ്മളെ സമർപ്പിക്കുവാൻ തയ്യാറായാൽ ഹല്ലേലൂയ ഈ രാത്രിയിൽ സ്വർഗം പറയുക, ഞാൻ എന്റെ രക്തത്താൽ ഒന്നുകൂടെ നിങ്ങളെ മുദ്രീകരിക്കുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവിടെ പറയുകയാണ് ഹല്ലേലൂയ സ്തോത്രം. പിതാവിന്റെ വാക്ക് ഹല്ലേലൂയ സ്തോത്രം. ഈ ജഡത്തിൽ ജനിപ്പിച്ച തന്നെ പിതാവിന്റെ വാക്ക് കേൾക്കുവാൻ ഹല്ലേലൂയ ഇന്ന് വരെ അനുസരിച്ചിരിക്കുന്നു. നിങ്ങളോ സ്വർഗസ്ഥനായ പിതാവിന്റെ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കുന്നില്ല. ഇന്ന് നമ്മൾ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിക്കാമോ? അപ്പാ നിന്റെ വാക്കനുസരിപ്പാൻ എന്നെ സമർപ്പിക്കുന്നു. അവിടെ പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തൻ താന്റെ ദുർമാർഗം വിട്ട് നിങ്ങളുടെ പ്രവർത്തികളെ നന്നാക്കുവീൻ. ഒന്നുകൂടെ നന്നാവാൻ ഒരു അവസരം, നന്നാവാൻ ഒരു രാത്രി സ്വർഗം നമുക്ക് വേർതിരിച്ചു തരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം. അന്യദേവന്മാരോട് ചേർന്നവരെ സേവിക്കരുത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കും നിങ്ങളുടെ അങ്ങനെ പറഞ്ഞു വന്നിട്ടാണ് വീണ്ടും 16-ാം വചനത്തിൽ പറയുന്നു, രേഖാബിന്റെ മകനായ യോനാദാബിന്റെ പുത്രന്മാർ അവരുടെ പിതാവ് കൽപ്പിച്ച കൽപ്പന പ്രമാണിച്ചിരിക്കുന്നു. എന്റെ ജനമോ എന്റെ വാക്ക് കേട്ടനുസരിച്ചില്ല. എന്നാൽ പറഞ്ഞു വന്നിട്ട് പറയുകയാണ്, അങ്ങനെ അനുസരിച്ചവന്റെ ഹല്ലേലൂയ സന്തതിയിൽ നിന്ന് എന്റെ ദൈവത്തിന്റെ മുൻപാകെ നിൽക്കുവാൻ ഒരുവനില്ലാതെ വരികയില്ല. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണമോ? നിന്റെ ഹല്ലേലൂയ സ്തോത്രം മുന്നോട്ടുള്ള ജീവിതത്തിൽ നിന്റെ തലമുറയായിട്ടുള്ള അനുഗ്രഹം ദൈവത്തിന്റെ മുൻപാകെ നിൽക്കുവാൻ നിന്റെ കൂടാരത്തിലിരുന്ന് ചിലതിനെ ദൈവം വേർതിരിച്ചു മാറ്റണമോ? ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിപ്പാൻ ദൈവസന്നിധിയെ സമർപ്പിക്കാമോ? ഹല്ലേലൂയ
സ്വർഗസ്ഥനായ ദൈവത്തോട് പറ, കർത്താവേ നിന്നിൽ ഞാൻ വർദ്ധിച്ചു വരണം, നിന്നിൽ ഞാൻ വളരണം, കർത്താവേ നിന്നിൽ ഞാൻ ചൈതന്യം പ്രാപിക്കണം. അതുകൊണ്ടാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ 2 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുകയാണ്, ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിന്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ സ്തോത്രം, അത് വേഗം വ്യാപരിച്ച് മഹത്വപ്പെടുവാനും വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. നമ്മളെ കാത്തുകൊള്ളുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ടാണ് കർത്താവ് ചോദിച്ചത്, എനിക്ക് നിന്നോട് പരമാർത്ഥതയുള്ളതുപോലെ നിനക്ക് എന്നോട് പരമാർത്ഥതയുണ്ടോ? ആ ചോദ്യത്തിനൊരു ഉത്തരം ഇന്ന് രാത്രി നമുക്ക് പറയാനുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന്റെ വചനം വേഗം വ്യാപരിക്കുന്നതാ. അത് അപ്പോസ്തലന്മാരിൽ മാത്രമല്ല, ഇന്ന് രാത്രി നമ്മളിൽ വ്യാപരിച്ചു കൊണ്ടിരുന്നിട്ട് നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ ആത്മാവിന്റെ ഹല്ലേലൂയ കൃപയെ കുറച്ചു കളയുന്ന, നമ്മുടെ ഹല്ലേലൂയ ജീവിതത്തിൽ ഇരുട്ട് വരുത്തുവാൻ ഓടി നടക്കുന്ന പിശാചായ വല്ലാത്തവന്റെയും ദുഷ്പ്രവർത്തിക്കാരന്റെയും ദുഷ്ടന്റെയും കയ്യിലിരുന്ന് നമ്മളെ വിടുവിക്കുകയും നമ്മളെ കാക്കുകയും ചെയ്യുന്ന ദൈവം വിശ്വസ്തനാ. ഇവിടെ പറയുന്നു, എല്ലാവർക്കും വിശ്വാസമില്ലല്ലോ. സ്തോത്രം. നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് നോക്കിയാൽ കർത്താവ് നമ്മളെ പരാമരിക്കുന്നത് കൂടാതെ